എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു നിങ്ങളടുത്ത്. എന്താ പറടാ. നാളെ ഞാൻ ലീവായിരിക്കും. നാളെ എന്റെ മുട്ടായി എടുക്കലാണ്. 3 വർഷത്തെ പ്രണയം ഇപ്പോഴൊന്ന് വീട്ടിൽ പറഞ്ഞ സക്സസ് ആക്കി എടുത്തത്. അപ്പൊ ഞാൻ കുറച്ച് മുട്ടായിസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കൂടി വേണം. അപ്പൊ നാളെ ഞാൻ ലീവായിരിക്കും. ആയിക്കോട്ടെ, നോക്കിട്ട് ചെയ്. അല്ലാതെ നാളെ ഇവൻ ലീവാണ്. അപ്പൊ നാളെ എന്തായാലും നീ എന്തായാലും നിർബന്ധമായിട്ടും വരണേ. ലീവാക്കരുതേ. എടാ ഷാക്കിര, ഇങ്ങോട്ട് വാ. എടാ ചങ്ങ, ഇങ്ങനെ ലീവ് പറഞ്ഞേ, പിന്നെ പെട്ടെന്ന് ഇന്ന് വന്നേക്ക്. അത് പിന്നെ അവക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ മുട്ടായി എടുക്കലും മുടങ്ങി. കൊറേ ആയി അവള് വേറെ ആള് കഴിച്ച ഇഷ്ടത്തിലായിരുന്നു. അതേപോലെ തന്നെ എന്നെയും കൂടി സ്നേഹിക്കായിരുന്നു. അവള് മുട്ടായി എടുക്കലിനെ അന്ന് ഒളിച്ചോടി പോയി. അപ്പൊ നിനക്ക് നീ സ്നേഹിക്കുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു? ഓള് നിന്നെ സ്നേഹിക്കുന്ന പോലെ വേറെ ഒന്നും അറിയില്ലായിരുന്നു? ഇല്ലക്ക, ഞാൻ അറിഞ്ഞിട്ടില്ല. അവള് രണ്ടാളെയും കൂടി മാറി മാറി നോക്കുമായിരുന്നു. പിന്നെ എന്നെക്കാളും മുന്നേ നോക്കി അവനായിരുന്നു. അവന്റെ പേര് ഒളിച്ചോടി പോയി. കടത്തിന്റെ ചൂട് പോലും മാറിയിട്ടില്ല. അതിന്റെ മുന്നേ അവള് ഇങ്ങനെ ഒരു ചതി ചെയ്തത്. അടാ, ഇനി ലെക്കാണ് സംഭവം. എന്നറിയോ, നീ ചിന്തിച്ചോക്ക്. ഇന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടതിന് ശേഷം ഓളി പോന്നെങ്കിലോ? നിന്റെ കല്യാണം നീ പറഞ്ഞ പോലെ ചെലവ്, പിന്നെ നിങ്ങളെ കാരണം കണ്ട് ആ കുട്ടി എന്താവും? വഴിയാ തരാവൂലേ? നീ ലെക്കാണ്. പോന്നോളി പോട്ടാ. ഓക്കാണ് നഷ്ടോ. കാരണം ഓളെ കുടുംബത്തിൽ നിന്ന് ഓളൗട്ട്, നിന്റെ ലൈഫിൽ നിന്ന് ഔട്ട്, സമൂഹത്തിൽ നിന്ന് തന്നെ ഓളൗട്ടാ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് അവൾ എന്നെ അങ്ങനെ ചെയ്തു പോയത്. പോന്നോര് പോട്ടാ ചങ്ങായി. എനിക്ക് അവളെ മറക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ ഈ വീഡിയോയിലുള്ള പോലെ പലവർക്കും സംഭവിച്ചിട്ടുണ്ടാവുക. സ്നേഹിച്ച് കെട്ടെന്ന് ഉറപ്പുണ്ടെ മാത്രം സ്നേഹിക്കാൻ നിൽക്കുക. ചുമ്മാ ഒരാളെ ലൈഫ് വെച്ച് കളിക്കാതിരിക്കുക.